നമസ്കാരം. വീണ്ടും ഒരു അജ്ഞാതരുടെ ആക്രമണത്തിൽ ഇന്ത്യയുടെ നിർദ്ദേശത്തിൽ ഇന്റർപോൾ തിരിയുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ സാക്കിർ നായിക് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഉടൻ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ആ അജ്ഞാതൻ യാത്ര തുടരുകയാണ്. നിലവിൽ പറഞ്ഞു വരുന്നത് എവിടെ സാക്കിർ നായിക് ഉണ്ടോ അവിടെ തീവ്രവാദമുണ്ട് എന്നതാണ്. ഇന്നൊരു പഴഞ്ചൊല്ലു പോലെയായി കാര്യമാണത്. ശ്രീലങ്കയിലെ ചാവേറുകളാവട്ടെ, ബംഗ്ലാദേശിലെ ജിഹാദികളാവട്ടെ, കേരളത്തിൽ നിന്ന് IS-ൽ പോയവരാവട്ടെ, അവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയ സാധനങ്ങളിൽ സാക്കിർ നായികിന്റെ ലഘുരേഖയും CD-യും കാണാൻ സാധിക്കും. ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, ആക്രമണത്തിന് പ്രേരിപ്പിക്കൽ, വിദ്വേഷ പ്രസംഗം, തീവ്രവാദ ബന്ധം എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതിനെ തുടർന്ന് 2016-ൽ മലേഷ്യയിലേക്ക് മുങ്ങിയ മതപ്രഭാഷകനാണ് മുംബൈ സ്വദേശിയായ സാക്കിർ നായിക്. 2016-ൽ ബംഗ്ലാദേശിലെ ധാക്കയിൽ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ മൊഴിയെ തുടർന്നാണ് വിവാദ മതപ്രഭാഷകന് മേൽ കുരുക്ക് വീഴുന്നത്. IS-ൽ ചേരാൻ പ്രചോദനം കിട്ടിയ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളായിരുന്നു എന്നാണ് അവരുടെ മൊഴി. ഭീകരവാദം, മതപരിവർത്തനം തുടങ്ങിയ കേസുകളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുള്ളത്. ധാക്ക ഭീകരാക്രമണ കേസിലെ പ്രതികളുടെ മൊഴി പുറത്തു വന്നതിന് പുറകെയായിരുന്നു സാക്കിർ നായിക് ഇന്ത്യ വിട്ടത്. അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യ വിടുന്നത്. തുടർന്ന് മലേഷ്യയിൽ അഭയം തേടുകയായിരുന്നു. സാക്കിർ നായികിന്റെ പീസ് TV നിരവധി രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സംഘടനയുടെ മുംബൈയിലടക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് മോദി സർക്കാർ കണ്ടുകെട്ടിയത്. മലേഷ്യയിൽ ഇരുന്നിട്ടും സാക്കിർ നായിക് ഇന്ത്യാവിരുദ്ധ പ്രസംഗം നിരവധി തവണ നടത്തി. ഇയാളെ വിട്ടുകിട്ടണമെന്നും ഇന്റർപോളിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി സാക്കിർ നായിക് പാകിസ്ഥാനിലാണ്. തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുമെന്ന് പറയുന്നവരാണ് ഇപ്പോഴത്തെ പാക് ഭരണാധികാരികൾ. മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തണമെന്നും ആഗ്രഹിക്കുന്നു. എന്നിട്ടും ആ രാജ്യം എന്തിനാണ് സാക്കിർ നായിക് അഭയമാകുന്നത്? എന്തിനാണ് സാക്കിർ നായിക്കിന് പോലെയുള്ള ഒരു തീവ്രവാദിക്ക് പാകിസ്ഥാൻ അഭയം നൽകുന്നത് എന്നാണ് ചോദ്യം. ഒളിവിൽ കഴിയുന്ന വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിന് വിരുന്നൊരുക്കിയ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സാക്കിർ നായിക് മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായും മകൾ മറിയം നവാസുമായും കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന കുറ്റവാളിക്ക് അഭയം നൽകുന്ന പാകിസ്ഥാന്റെ സമീപനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. പാകിസ്ഥാനിൽ സാക്കിർ നായിക്കിന് വിരുന്നൊരുക്കുന്നത് ഇതാദ്യമല്ല. അദ്ദേഹത്തിന്റെ അതിഥിയർ ഏതുതര സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഇന്ത്യ കൈമാറാൻ ആവശ്യപ്പെടുന്ന ഒരു കുറ്റവാളിക്ക് ഇത്രയധികം പിന്തുണ നൽകുന്നതിന്റെ അർത്ഥം എന്താണെന്നും ഇത് കാണിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നടന്ന പ്രതിവാര സമ്മേളനത്തിൽ ജയ്സ്വാൾ പറഞ്ഞ വാക്കാണിത്. എന്നും മതമൗലികവാദത്തിന് നല്ല വേരുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ. ഈ റമദാൻ നോമ്പ് കാലത്ത് പോലും ആ രാജ്യം പലതവണ പൊട്ടിത്തെറിച്ചു. ഇതിനെല്ലാം പിന്നാലെയാണ് ബലൂചിസ്ഥാൻ വിമതർ നടത്തുന്ന ഭീഷണിയും. ഇപ്പോഴും പാക് താലിബാനും അൽ-ഖ്വയ്ദും IS-ഉം ഒക്കെ പേരുള്ള രാജ്യമാണിത്. അവിടെ സാക്കിർ നായിക് പ്രഭാഷണവുമായി കറങ്ങി നടക്കുന്നത് തീവ്രവാദത്തിന് കൂടുതൽ വളം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്മസ് ആഘോഷം അനിസ്ലാമികമാണെന്നത് അടക്കമുള്ള തന്റെ വിദ്വേഷ പ്രസംഗം സാക്കിർ ഇവിടെയും തുടരുന്നുണ്ട്. പക്ഷേ അത് പഴയ പോലെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മാത്രം. അതിനിടെ ഒരു വേദിയിൽ വെച്ച് സാക്കിർ നായികിന് ശരിക്കും പണി കിട്ടുകയും ചെയ്തു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്ന പൊതുപരിപാടിയിൽ ഒരു പെൺകുട്ടി സാക്കിർ നായിക്കിനെ നിർത്തിപ്പൊരിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തായാലും നമ്മുടെ കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുകയാണ്. സാക്കിർ നായിക് ഒരു അജ്ഞാതരുടെ വെടിയേറ്റ് അല്ലെങ്കിൽ അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കാൻ ഉടനെ തന്നെ ആ വാർത്ത നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന്
പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.